മനസ്സിനും ശരീരത്തിനും സുഖം പകരുന്ന ഒരു ചികിത്സാ രീതിയാണ് സൗണ്ട് ഹീലിംഗ്. ശബ്ദവും സംഗീതവും ഉപയോഗിച്ച് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ കുറയ്ക്കുക എന്നതാണ് ഈ രീതിയുടെ ലക്ഷ്യം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശബ്ദത്തിലൂടെയുള്ള രോഗശാന്തി അഥവാ സൗണ്ട് ഹീലിംഗ് എന്ന കൗതുകകരമായ വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് സൗണ്ട് ഹീലിംഗ്? ഇത് എത്രത്തോളം ഫലപ്രദമാണ്? ഇതിന്റെ ചരിത്രം, ഇതിനു പിന്നിലെ ശാസ്ത്രം, നിലവിലെ പ്രചാരം, വിശ്വാസ്യത എന്നിവയെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. പുരാതന കാലം മുതൽ മനുഷ്യൻ ഉപയോഗിച്ചു വരുന്ന ഒരു ചികിത്സാ രീതിയാണിത്. വിവിധതരം ശബ്ദങ്ങൾ, സംഗീതം, താളങ്ങൾ എന്നിവ ഉപയോഗിച്ച് മനസ്സിനും ശരീരത്തിനും ആശ്വാസം നൽകുന്ന ഒരു ബദൽ ചികിത്സാ രീതിയാണ് സൗണ്ട് ഹീലിംഗ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കും അവയവങ്ങൾക്കും ഒരു പ്രത്യേക ആവൃത്തിയിലുള്ള സ്പന്ദനമുണ്ട്. ഈ സ്പന്ദനങ്ങളിൽ വ്യതിയാനം വരുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് സൗണ്ട് ഹീലിംഗ് സിദ്ധാന്തം പറയുന്നത്. ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ഈ സ്പന്ദനങ്ങളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും അതുവഴി രോഗശാന്തി നൽകാനും സാധിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. സൗണ്ട് ഹീലിംഗിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ടിബറ്റൻ സിംഗിങ് ബൗൾസ്, ക്രിസ്റ്റൽ ബൗൾസ്, ഗോങ്സ്, ട്യൂണിംഗ് ഫോർക്കുകൾ, ഡ്രമ്മുകൾ, ചില പ്രത്യേകതരം സംഗീത ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ ശബ്ദങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും വിശ്രമം നൽകുകയും ചെയ്യുന്നു. ശബ്ദം ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പുരാതന ഈജിപ്റ്റ്, ഗ്രീസ്, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ സംഗീതത്തെയും ശബ്ദത്തെയും ചികിത്സാ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. ഈജിപ്തിൽ പുരോഹിതന്മാർ മന്ത്രോച്ചാരണങ്ങൾ രോഗശാന്തിക്കായി ഉപയോഗിച്ചു. ഗ്രീക്കുകാർ സംഗീതത്തിനെ മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സയായി കണ്ടിരുന്നു. ആദിവാസി സംസ്കാരത്തിലും സൗണ്ട് ഹീലിംഗിന് വളരെ പ്രാധാന്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ആദിവാസി വിഭാഗങ്ങൾ രോഗശാന്തിക്കും ആചാരങ്ങൾക്കും വേണ്ടി ഡ്രമ്മുകളും പാട്ടുകളും ഉപയോഗിച്ചു പോന്നിരുന്നു. ഓസ്ട്രേലിയയിലെ അബോറിജിനൽ ജനത ഡിഡ്ജെറിഡു എന്ന ഉപകരണം രോഗങ്ങൾ മാറ്റാനായി ഉപയോഗിച്ചിരുന്നു. 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ ശാസ്ത്രജ്ഞർ ശബ്ദത്തിന്റെ പ്രകമ്പനത്തെക്കുറിച്ചും അത് ശരീരത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി. അൾട്രാസൗണ്ട് ചികിത്സാ രീതികൾ വൈദ്യശാസ്ത്രത്തിൽ വ്യാപകമായതും ഇതിന്റെ ഭാഗമാണ്. സൗണ്ട് ഹീലിംഗിന് പിന്നിലെ ശാസ്ത്രം. സൗണ്ട് ഹീലിംഗ് പൂർണ്ണമായും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു ചികിത്സാ രീതി അല്ലെങ്കിലും ഇതിനു പിന്നിൽ ചില ശാസ്ത്രീയ വിശദീകരണങ്ങളുണ്ട്. ശബ്ദം എന്നത് ഊർജത്തിന്റെ ഒരു രൂപമാണ്. ഇത് പ്രകമ്പനങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ ശരീരം 70%-ലധികം വെള്ളം അടങ്ങിയതാണ്. ഈ പ്രകമ്പനങ്ങൾ ശരീരത്തിലെ ജലാംശത്തിലൂടെയും കോശങ്ങളിലൂടെയും സഞ്ചരിച്ച് ശരീരത്തെ സ്വാധീനിക്കുന്നു. ഓരോ വസ്തുവിനും അതിൻ്റെതായ ഒരു സ്വാഭാവിക പ്രകമ്പന ആവൃത്തി അഥവാ റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ട്. ഒരു പ്രത്യേക ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ ആവൃത്തിക്ക് സമാനമായ പ്രകമ്പനമുള്ള ശരീരഭാഗങ്ങൾ പ്രതികരിക്കുന്നു. ഇത് ശരീരത്തിലെ ഊർജ പ്രവാഹത്തെ സന്തുലിത അവസ്ഥയിലാക്കാൻ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശബ്ദതരംഗങ്ങൾ നമ്മുടെ തലച്ചോറിലെ തരംഗങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളവയാണ്. ഉദാഹരണത്തിന്, ശാന്തമായ സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ആൽഫ തരംഗങ്ങൾ വർദ്ധിക്കുകയും ഇത് വിശ്രമിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യും. ബീറ്റ, തീറ്റ, ഡെൽറ്റ തരംഗങ്ങളെയും ശബ്ദം സ്വാധീനിക്കാറുണ്ട്. ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഡോപാമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ സന്തോഷം നൽകുന്ന ഹോർമോണുകൾ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാം. ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും വേദന കുറയ്ക്കാനും സഹായിക്കും. സൗണ്ട് ഹീലിംഗിന്റെ ഫലപ്രാപ്തിയും വിശ്വാസ്യതയും. സൗണ്ട് ഹീലിംഗിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് ഇനിയും കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ആവശ്യമാണ്. എന്നിരുന്നാലും പല പഠനങ്ങളും സൗണ്ട് ഹീലിംഗിന് ചില പ്രയോജനങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. പലർക്കും സൗണ്ട് ഹീലിംഗ് സെഷനുകൾക്ക് ശേഷം സമ്മർദ്ദം കുറയുകയും കൂടുതൽ മനഃശാന്തി അനുഭവപ്പെടുകയും ചെയ്യുന്നു. നല്ല ഉറക്കം ലഭിക്കാൻ സൗണ്ട് ഹീലിംഗ് സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു. ചിലതരം വേദനകൾക്ക് ആശ്വാസം നൽകാൻ സൗണ്ട് ഹീലിംഗിന് കഴിയുമെന്ന് ചിലർ സാക്ഷ്യപ്പെടുത്തുന്നു. ഉത്കണ്ഠ, വിഷാദം എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതുകൂടാതെ ഊർജ പ്രവാഹത്തിലെ തടസ്സങ്ങൾ നീക്കി ശരീരത്തിലെ ഊർജ്ജനില മെച്ചപ്പെടുത്താൻ സൗണ്ട് ഹീലിംഗ് സഹായിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. എങ്കിലും സൗണ്ട് ഹീലിംഗ് ഒരു സാധാരണ വൈദ്യ ചികിത്സയ്ക്ക് പകരമല്ലെന്ന് ഓർമ്മിക്കുക. ഇത് ഒരു പൂരക ചികിത്സാ രീതിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഓരോ വ്യക്തിയിലും ഇതിന്റെ ഫലം വ്യത്യസ്തമായിരിക്കും. സൗണ്ട് ഹീലിംഗും ബുദ്ധമതവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. പ്രത്യേകിച്ചും ടിബറ്റൻ ബുദ്ധമതത്തിൽ ഇത് പ്രബലമാണ്. ശബ്ദത്തിന് മനസ്സിനെയും ശരീരത്തിനെയും സുഖപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം. ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗണ്ട് ഹീലിംഗ് ഉപകരണങ്ങളിലൊന്നാണ് ടിബറ്റൻ സിംഗിങ് ബൗളുകൾ. ഇവ പല ലോഹങ്ങൾ ചേർത്താണ് നിർമ്മിക്കുന്നത്.
ഇവ പുറത്തുവിടുന്ന ശബ്ദവും കമ്പനങ്ങളും മനസ്സിനെ ശാന്തമാക്കാനും ധ്യാനിക്കാനും രോഗശാന്തി നൽകാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബുദ്ധമതപരമായ ചടങ്ങുകളിലും ധ്യാന സെഷനുകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ധ്യാനത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സിംഗിങ് ബൗളുകൾ ഉപയോഗിക്കുന്നു. സിംഗിങ് ബൗളുകൾ നേപ്പാളിൽ ഉത്ഭവിച്ചതാണെന്നും വളരെ കാലമായി അവിടെ ഉപയോഗത്തിലുണ്ടെന്നും കരുതപ്പെടുന്നു. നിലവിൽ സൗണ്ട് ഹീലിംഗ് ലോകമെമ്പാടും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. വെൽനസ് സെന്ററുകൾ, യോഗ സ്റ്റുഡിയോകൾ, സ്പാകൾ എന്നിവിടങ്ങളിൽ സൗണ്ട് ബാത്ത്, സൗണ്ട് മെഡിറ്റേഷൻ സെഷനുകൾ എന്നിവ സാധാരണമായിട്ടുണ്ട്. യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിൽ നിരവധി സൗണ്ട് ഹീലിംഗ് പ്രാക്ടീഷണർമാരും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമുണ്ട്. ഇന്ത്യയിൽ സൗണ്ട് ഹീലിംഗ് അതിവേഗം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇന്ത്യയിൽ സൗണ്ട് ഹീലിംഗിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. വേദകാലം മുതൽക്കേ മന്ത്രോച്ചാരണങ്ങൾ, നാദയോഗം, ഭജനകൾ, കീർത്തനങ്ങൾ എന്നിവ രോഗശാന്തിക്കും മാനസിക സമാധാനത്തിനും ഉപയോഗിച്ചിരുന്നു. ആയുർവേദം, യോഗ തുടങ്ങിയ പരമ്പരാഗത ചികിത്സാ രീതികളിലും ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ടിബറ്റൻ ബുദ്ധമതം നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നതുകൊണ്ട് സിംഗിങ് ബൗളുകൾക്ക് ഇന്ത്യയിലും സ്വാഭാവികമായ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. നഗരവൽക്കരണം, തിരക്കേറിയ ജീവിതശൈലി, വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു. ഇതിന് ഒരു ബദൽ അല്ലെങ്കിൽ അനുബന്ധ ചികിത്സാ രീതിയായി സൗണ്ട് ഹീലിംഗിനെ പലരും കാണുന്നു. സർക്കാർ തലത്തിലും മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന പരിപാടികൾ ഈ രംഗത്തിന് ഉണർവ് നൽകുന്നു. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ ഒരുമിച്ച് പരിഗണിക്കുന്ന ഹോളിസ്റ്റിക് ആരോഗ്യ സമീപനങ്ങൾക്ക് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയുണ്ട്. സൗണ്ട് ഹീലിംഗ് ഈ സമീപനത്തിന് തികച്ചും അനുയോജ്യമാണ്. യോഗ, ധ്യാനം എന്നിവയുടെ പ്രചാരം വർദ്ധിച്ചതിനനുസരിച്ച് സൗണ്ട് ഹീലിംഗും കൂടുതൽ ജനകീയമായി. പല യോഗ സ്റ്റുഡിയോകളും ധ്യാന കേന്ദ്രങ്ങളും സൗണ്ട് ബാത്ത് സെഷനുകൾ, സിംഗിങ് ബൗൾ തെറാപ്പി എന്നിവ അവരുടെ പാക്കേജുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളിലും ഇത് പഠിപ്പിക്കപ്പെടുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ പ്രചാരവും സൗണ്ട് ഹീലിംഗിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. വ്യായാമമില്ലാത്ത ജീവിതശൈലി കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായും പലരും സൗണ്ട് ഹീലിംഗിനെ സമീപിക്കുന്നു. സൗണ്ട് ഹീലിംഗ് എന്നത് ലളിതമായൊരു പ്രക്രിയയാണ്. പ്രത്യേക ശാരീരിക ക്ഷമതയോ വലിയ പരിശീലനമോ ആവശ്യമില്ലാത്തതുകൊണ്ട് ആർക്കും എളുപ്പത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു. ഇന്ത്യയിലെ സൗണ്ട് തെറാപ്പി മാർക്കറ്റ് 2023 $83.86 ദശലക്ഷം ആയിരുന്നത് 2035 $361.6 ദശലക്ഷം ആയി വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചുരുക്കത്തിൽ സൗണ്ട് ഹീലിംഗ് ഇന്ത്യയിൽ ഒരു പുതിയ പ്രതിഭാസമല്ലെങ്കിലും ആധുനിക വെൽനസ് വ്യവസായത്തിൻ്റെയും മാനസികാരോഗ്യ അവബോധത്തിൻ്റെയും ഭാഗമായി ഇതിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രചാരവും സ്വീകാര്യതയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇത് നഗരങ്ങളിലും വലിയ പട്ടണങ്ങളിലും മാത്രമല്ല ഗ്രാമീണ മേഖലകളിലേക്കും സാവധാനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സൗണ്ട് ഹീലിംഗ് ഒരു ചികിത്സ എന്നതിലുപരി ഒരു അനുഭവമായിട്ടാണ് പലരും കാണുന്നത്. ശബ്ദത്തിൻ്റെ മാന്ത്രിക ലോകത്തിലൂടെയുള്ള ഈ യാത്ര മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന ഒന്നായിരിക്കും.